ഒരുപ്പയും മകനും, രണ്ടാൾക്കും ലക്ഷ്യവും മാർഗവും ഒന്നു തന്നെ. വ്യക്തികൾക്കും ഉദ്യമങ്ങൾക്കും പേരിനേയുള്ളൂ വ്യത്യാസം. ഒരാൾക്ക് യാത്ര, മറ്റൊരാൾക്ക് സഞ്ചാരം. അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര നമ്മളറിഞ്ഞ് ആസ്വദിച്ചതാണ്. ഇന്ന് കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ മാനവ സഞ്ചാരം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ഇരുവരും തടസ്സങ്ങളില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് അതിവേഗം നടന്നെടുക്കുന്നതിൽ കാണാനുണ്ട് ചേലുകൾ, അറിയാനുണ്ട് സാമ്യതകൾ. അന്ന് കേരള യാത്രയുടെ ഭാഗമായി സ്നേഹമാർച്ച് നടന്നിരുന്നു. ഇന്ന് മാനവസഞ്ചാരത്തിൻ്റെ മേന്മയായി സൗഹൃദ നടത്തം നടക്കുന്നു. ഏവർക്കും മനസ്സിലാകും, നേതാവായ പിതാവിൻ്റെ കൈപിടിച്ച് ഓരം പറ്റി ഒന്നുമറിയാതല്ല അസ്ഹരിയുടെ സഞ്ചാരം. മറിച്ച് ഗുരുവായ ഉപ്പയുടെ കരം ഗ്രഹിച്ച് പൊരുത്തം നേടി പലതുമറിഞ്ഞാണ് ആ ഡോക്ടറുടെ നടത്തം. പിതാവിൻ്റെ യാത്രയിലും മകൻ്റെ സഞ്ചാരത്തിലും ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൂർണ്ണ മനുഷ്യ മക്കളെയാണ്, അത്രയും ഒരുമയോടെയാണ് സകലരും അവിടെയും ഒത്തൊരുമിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ വർഗീയതയില്ലാത്ത ശുദ്ധമാനസർക്ക് സന്തോഷിക്കാൻ വക ഒരുപാടുണ്ട്. അതെ, വർഷങ്ങളുടെ ഇടവേളകളിൽ ഒരേയൊരു പ്രസ്ഥാനത്തിൻ കീഴിലായി രണ്ടിതിഹാസങ്ങൾ മാലോകർക്കായി രചിക്കപ്പെടുകയായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ മാനവസഞ്ചാരത്തിൽ വിഭിന്ന സംഘടന രാഷ്ട്രീയങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അസ്ഹരിയോടൊപ്പം മുന്നിലണിയായപ്പോൾ നിരത്തോരത്ത് മാറി നിന്ന് ദർശിക്കുന്നവർക്ക് അത്ഭുതമായിരുന്നു. അവർ ചികഞ്ഞിട്ടുണ്ടാകും, ഇവരിതെങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ നടത്തം. ശേഷം മാനവസംഗമത്തിൽ ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം ചർച്ചയായപ്പോൾ SYS നേതാക്കളുടെ ഇടത്തും വലത്തും ഇടതു വലതു മുന്നണികളിലെ പല ജാതി മതക്കാർ സഹോദരരായി തൊട്ടുരുമിയിരിക്കുന്നതും നിൽക്കുന്നതും പരസ്പരം ചിരിക്കുന്നതും മിണ്ടുന്നതും കണ്ടപ്പോൾ പലർക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമായിരുന്നു. അവർ ചിന്തയിലായിരിക്കും, ഇതെങ്ങോട്ടാണ് ഈ മടക്കം. ഇനിയും യാത്രയും സഞ്ചാരവും തുടരട്ടെ, ഇവിടെ സ്നേഹവും ഇഷ്ടവും പകരട്ടെ.